ഇപ്പോൾ എന്തായാലും ഐ എം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഹന്ന. കാരണം ഹന്ന, വൺ മോർ ടൈം, കാരണം ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. TS സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ദ ബ്രാൻഡ് ആയിട്ടുള്ള സംവിധായകനുമായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് യു ഹാവ് ടു സേ ഡാർലിംഗ്? TS സുരേഷ് ബാബു സാർ, പേര് നമുക്കറിയാം എല്ലാവർക്കും ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ ഹി ഹാസ് ഗിവൻ നമ്മുടെ മലയാളത്തിൽ. മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിയാം, ദാറ്റ് ഈസ് എ ബിഗ് ബ്ലെസ്സിങ്. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ. നമുക്ക് ദൈവത്തോട് നന്ദി തോന്നുന്നു. ഒരു നന്ദി തോന്നുന്നൊരു നിമിഷമാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും, ഇവരുടെ ഒപ്പം എല്ലാവരും ഒപ്പം നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിനുമൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു. കൂടുതൽ വാക്കുകളൊന്നുമില്ല, ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ, 14-ാം തീയതി ആവാൻ അവരുടെ റിലീസാണ്. അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും, എങ്ങനെ ആ പ്രതികരണം എങ്ങനെയായിരിക്കും, എന്താവും എന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ. എവറി മൂവി റിലീസാകുന്നതിന് മുമ്പം എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ക്രൂ വിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ കൺഫ്യൂഷനിലുമാണ് നിൽക്കുന്നത്. സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും 14-ാം തീയതി തിയേറ്ററിൽ പോയി കാണുക. ഇത് മാത്രമേ എനിക്ക് എൻ്റെ വായിന്ന് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരു 13 years ബാക്കാണ് സുരേഷ് ബാബു സാറിൻ്റെ സിനിമയിൽ വീണ്ടും അഭിനയിക്കുന്നത്. ഫസ്റ്റ് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം തന്നെയാണ് ഹീറോയിനായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്, സുരേഷിൻ്റെ ഹീറോയിനായിട്ട്. അതിനുശേഷം ഒരു 13 years ബാക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെ ക്യാരക്ടറൊന്നും തൽക്കാലത്തേക്ക് റിലീവ് ചെയ്യുന്നില്ല, അതൊരു സസ്പെൻസായിട്ട് ഇരുന്നോണ്ട്. ചില സസ്പെൻസ് നല്ലതല്ലേ അല്ലേ? സോ വീണ്ടും ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് AK സന്തോഷമായിട്ട്. അതുപോലെ തന്നെ ഒരു DOP പ്രൊഡക്ഷൻ ഹൗസ് PNC പ്രൊഡക്ഷൻ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈവൻ അയ്യപ്പനഘോഷി എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങളെല്ലാ ആൾക്കാരും ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ സന്തോഷം ഇന്നും ലഭിക്കുന്നുണ്ട്. സോ ഇനി വരുന്ന ക്യാരക്ടറിൽ കൂടി അത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. June 14 എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഈ സിനിമയെ വിജയിപ്പിക്കണം. സോ എല്ലാവരോടും നന്ദി പറയുന്നു. Thank you so much, and 1 minute of time to Sajna. Please, Sajna. ഹലോ, ഗുഡ് ഈവനിങ്. TS സുരേഷ് ബാബു സാറിൻ്റെ മൂവി ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണണം. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ നമ്മളുടെ PNC പ്രൊഡക്ഷൻസ് ശ്രീമതി ഫുൾ ക്രൂ ചെയ്തതിൽ തന്നെ എനിക്ക് ഭാഗ്യമെന്ന് പറയുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.